എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. അനുരഞ്ജനം രൂപപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ PM ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷം പൊട്ടിത്തെറിയിലേക്ക് എത്തുമായിരുന്നു. അടുക്കാനാകാത്ത വിധം അകലുമെന്നുകൂടി ബോധ്യപ്പെട്ടതോടെയാണ് CPIക്ക് CPM വഴങ്ങിയത്. 5 ഘടകങ്ങളാണ് ഇരു പാർട്ടികളും കണക്കിലെടുത്തത്. ഒന്ന്, ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് 4 CPI മന്ത്രിമാരും വിട്ടുനിൽക്കുമായിരുന്നു. അത് മന്ത്രിസഭയുടെ കൂട്ട് ഉത്തരവാദിത്തത്തെ ബാധിക്കും. നവംബർ 4 ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം മന്ത്രിമാരുടെ രാജിയടക്കം പരിഗണിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടേനെ. അതോടെ LDFന് വൻ കുഴപ്പത്തിലാകുമായിരുന്നു. 2, ഇരു പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള കേരളത്തിലെ സർക്കാരാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നട്ടെല്ല്. അതിന് ക്ഷതമുണ്ടായാൽ ഇത് രാജ്യത്താകെ ഇടതുപക്ഷത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും. 3, BJP നയങ്ങളുടെ അംശങ്ങളുള്ള പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്ത് തമ്മിലടി എന്ന ചിത്രം BJPക്കെതിരെയുള്ള ഇടത് പോരാട്ടത്തെ ദുർബലപ്പെടുത്തും. CPIയുടെയും CPMന്റെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ മറ്റു സംസ്ഥാന ഘടകങ്ങളും ബന്ധപ്പെട്ടിരുന്നു. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന വികാരമാണ് CPIയുടെ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. പിഴവുണ്ടായെങ്കിൽ തിരുത്തണമെന്ന വാദഗതിയാണ് CPMന്റെ വിവിധ നേതാക്കൾ കേന്ദ്ര നേതാക്കളെ അറിയിച്ചത്. 4, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി തകരുന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇരു പാർട്ടികളും ആഗ്രഹിച്ചില്ല. അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ടത് മുന്നണിയെ നയിക്കുന്ന CPM ആണെന്ന നിലപാടാണ് CPI എടുത്തത്. PM ശ്രീ കാര്യത്തിൽ CPM മര്യാദ പാലിച്ചില്ലെന്ന് വിലയിരുത്തി പഴി അവരുടെ മേൽ വയ്ക്കുകയാണ് CPI ചെയ്തത്. അതോടെ CPMന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു. BJPയുടെ കേന്ദ്ര നയങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി CPM മാറിയെന്ന പ്രതിപക്ഷ പ്രചാരണം CPI കൂടി ഏറ്റെടുത്തതോടെ അതിന് വിശ്വാസ്യത കൂടി. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ ഭാഗമായ പ്രതികരണങ്ങൾ ഉയർന്നു തുടങ്ങി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.